തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഴക്കൂട്ടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം വാഹന പ്രചരണ ജാഥയിലാണ്. ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ വിധിയെഴുത്തിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള ആളുകളുടെ ഒരു പ്രതികരണം? യഥാർത്ഥത്തിൽ അമൃത TV അല്ലേ, അമൃത TVക്കാർ ഇതിനിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരോട് സംവേദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാവും ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി എന്നെ സമീപിക്കുന്നൊരവസ്ഥയാണുള്ളത്. അവരുടെ ഏറ്റവും നല്ല പിന്തുണയും സഹകരണവും എനിക്കുണ്ട്. കള്ളപ്രചാര വേലയോ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട പത്രത്തെ BJP വിലക്കെടുത്തിട്ടുണ്ട്. പെയ്ഡ് ന്യൂസുകൾ കൊടുത്തോ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ വർഗീയ ഭ്രാന്തന്മാരെ ജയിപ്പിച്ച് കളയാമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഈ നാട് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യൻകാളിയുടെയും അയ്യ വൈകുണ്ഠസ്വാമിയുടെയും നാടാണ്. ഈ നാട് മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടാണ്. ടെക്നോ പാർക്കിൻ്റെ നാടാണ്. 10 വർഷത്തിനിടയിൽ 75,000 ആളുകൾക്കാണ് പുതുതായി തൊഴിലവസരങ്ങൾ ടെക്നോ പാർക്കിൽ കിട്ടിയത്. ഈ വികസനം കാണുന്നവരാണ് ഈ പ്രദേശത്തെ ജനങ്ങളാകമാനം. ആ വികസന തുടർച്ചയ്ക്ക് അവരെല്ലാവരും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും, വോട്ട് ചെയ്യുന്നു. ഇത്തവണ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡീൽ ആരോപണമാണ്. ഇവിടെയും ഡീലാണ് എന്നുള്ളതാണ് കോൺഗ്രസ് എന്നും ആരോപിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആ ഒരു നിലവാരമില്ലാത്ത ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം സീരിയസ് ആയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് വേണം കാണാനായിട്ട്. ഡീല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡീലുള്ളത് ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ഡീൽ എനിക്കുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല, കക്ഷി വ്യത്യാസമില്ല. അവരെല്ലാവരും എന്നോടൊപ്പമാണെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ഡീല് അവർ തമ്മിൽ വല്ല ഡീലും ഉണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ കരുതുന്നത് ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീല് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. ശബരിമല വിഷയമൊക്കെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതെന്തെങ്കിലും തരത്തിൽ 4-5 മാസമായിട്ട് നടത്തുന്ന പരിശ്രമമില്ലേ, അതിനൊന്നും യാതൊരു വിലയും നാട്ടുകാർ കൽപ്പിക്കുന്നില്ല. അത് പച്ച കള്ളമാണെന്നും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും എല്ലാവർക്കും അറിയാം. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തവണയും 3ാം തവണയും. ഉറപ്പായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചു നോക്കും, ഏത് വിഭാഗം ആളുകളോട് ചോദിച്ചു നോക്കും. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി കഴക്കൂട്ടത്ത് ഉള്ളത്. ജനങ്ങളിൽ വിശ്വാസമുണ്ട്. ഈ പറയുന്ന ആരോപണമൊന്നും തന്നെ തങ്ങൾക്കെതിരെ ഉണ്ടാവില്ല. സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനം തന്നെയായിരിക്കും ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇടത് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജോസിനൊപ്പം എബി ടോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.